HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ദേവിക, ദിയ, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് സമാപനം. US ഷട്ട്ഡൗൺ അവസാനിച്ചു. ബുക്കർ നേടി സൊല്ലോയുടെ ഫ്ലഷ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം. മൈത്രി 2 വരുന്നു അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ സ്റ്റേഷൻ. ചെറുമഴയും ചതിക്കും പെരുങ്കടവിളയെ. 2024 ആൻറ്റിബയോഗ്രാം കേരളം പുറത്തിറക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് സമാപനം. ശാസ്ത്രകിരീടം 3ാം തവണയും മലപ്പുറത്തിന്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് തുടർച്ചയായ 3ാം കിരീടം. 1548 പോയിന്റുകളോടെയാണ് മലപ്പുറത്തിന്റെ ഹാട്രിക് നേട്ടം. 1487 പോയിന്റുകളോടെ ആതിഥേയരായ പാലക്കാടും കണ്ണൂരും തുല്യത പാലിച്ചെങ്കിലും ഒരു 1ാം സ്ഥാനം കൂടുതലായുള്ളതിനാൽ പാലക്കാട് 2ാമതെത്തി, കണ്ണൂർ 3ാമതായി. വിജയികൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് ട്രോഫികൾ വിതരണം ചെയ്തു. ADPI CA സന്തോഷ് അധ്യക്ഷനായി. US ഷട്ട്ഡൗൺ അവസാനിച്ചു. 43 ദിവസത്തെ ഷട്ട്ഡൗണിന് ശേഷം US പ്രവർത്തനം തുടങ്ങി. സർക്കാരിൻ്റെ ഫണ്ടിംഗ് ബിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി ഒപ്പുവെച്ചു. ഇതോടുകൂടി ട്രംപിൻ്റെ ഭരണത്തിൽ കണ്ട 2ാമത്തെ സർക്കാർ ഷട്ട്ഡൗണിനാണെന്ന് അവസാനമായത്. ബുക്കർ നേടി സൊല്ലോയുടെ ഫ്ലഷ്. 2025 മാൻ ബുക്കർ പുരസ്കാരം ഹംഗറിയൻ എഴുത്തുകാരനായ ഡേവിഡ് സെല്ലോയ്ക്ക്. ഡേവിഡ് സെല്ലോയുടെ ഫ്ലഷ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹനായത്. 500 പൗണ്ടാണ് പുരസ്കാരത്തുക. കാനഡയിൽ ജനിച്ച അദ്ദേഹം ലെബനൻ, UK, ഹംഗറി എന്നിവിടങ്ങളിൽ ജീവിച്ച ശേഷം ഇപ്പോൾ വിയന്നയിലാണ് ഡേവിഡ് സെല്ലോ താമസിക്കുന്നത്. 2010 40 വയസ്സിന് താഴെയുള്ള മികച്ച ബ്രിട്ടീഷ് എഴുത്തുകാരുടെ ടെലഗ്രാഫ് പട്ടികയിൽ ഡേവിഡ് സെല്ലോ ഇടം പിടിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം. ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് ദില്ലി സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. അംഗവൈകല്യം സംഭവിച്ചവർക്ക് 5 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. ചെങ്കോട്ടയ്ക്ക് അടുത്ത് സ്ഫോടനം നടന്നയുടൻ നിരവധി ആംബുലൻസുകളിൽ പരിക്കേറ്റവരെ 2 കിലോമീറ്ററിനുള്ളിലുള്ള LNJP ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ആശുപത്രി നൽകിയ വിവരം അനുസരിച്ച് 20 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. കൊല്ലപ്പെട്ട 8 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. UP സ്വദേശികളായ അശോക് കുമാർ, ലോകേഷ് അഗർവാൾ എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വദേശിക്ക് എത്തിച്ചു. സുഹൃത്തും ബസ് ഡ്രൈവറുമായ അശോകിനെ കാണാൻ ലോകേഷ് മെട്രോ സ്റ്റേഷനടുത്തെത്തിയപ്പോഴാണ് സ്ഫോടനം നടന്നത്. UP മീററ്റ് സ്വദേശിയായ മോഹ്സിൻ ചെങ്കോട്ടയിൽ ഇലക്ട്രിക് റിക്ഷ ഓടിക്കുന്നതിനിടയിലാണ് സ്ഫോടനത്തിനിരയായത്. വീട്ടിലേക്ക് വിളിച്ച് താൻ എത്തുന്നു എന്ന് അറിയിച്ച ശേഷമായിരുന്നു സ്ഫോടനമുണ്ടായത്. സാധനങ്ങൾ വാങ്ങാൻ ചൗധരി ചൗക്കിൽ എത്തിയ UP ഷംലി സ്വദേശിയായ റുമാൻ ബന്ധുക്കൾക്ക് ഇനി കണ്ണീർ ഓർമ്മയാണ്. ടാക്സി ഡ്രൈവറായിരുന്ന ബീഹാർ സ്വദേശി പങ്കജ് സൈനി ഒരു ബന്ധുവിനെ വിളിക്കാൻ വന്നപ്പോഴാണ് കൊല്ലപ്പെട്ടത്. ഇതിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജുമാന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടും നൽകുന്നില്ലെന്ന് പരാതിയുമുണ്ട്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നവയിൽ ചിലത് മൃതദേഹ ഭാഗങ്ങൾ മാത്രമാണ്. ഇവ തിരിച്ചറിയാൻ DNA പരിശോധന അടക്കം നടക്കേണ്ടി വരും. മൈത്രി 2 വരുന്നു അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ സ്റ്റേഷൻ. കൊടും ശൈത്യത്തിലും വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ തുടങ്ങാൻ ഇന്ത്യ. ഇപ്പോഴുള്ള മൈത്രി സ്റ്റേഷനു പകരം വരുന്ന ഇരട്ടിയിലധികം വലിപ്പമുള്ള ഈ അത്യാധുനിക സ്റ്റേഷന് ഏതാണ്ട് 2150 കോടിയാണ് ചെലവ്. 2032 സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ധ്രുവപ്രദേശങ്ങളിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷനായിരിക്കും ഇത്.
ധ്രുവപ്രദേശങ്ങളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തികാനുമതി ലഭിച്ചു. ചെറുമഴയും ചതിക്കും പെരുങ്കടവിളയെ. അശാസ്ത്രീയമായ ഓട നിർമ്മാണവും റോഡ് നിർമ്മാണവും കാരണം പെരുങ്കടവിളയിൽ ചെറുമഴയത്ത് പോലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ദുരിതം. ഇന്നലെ ഉച്ചയ്ക്ക് പെയ്ത മഴയിൽ പെരുങ്കടവിള ആശുപത്രി കവലയിൽ പഴമല റോഡ് തിരിയുന്ന ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. 2024 ആൻറ്റിബയോഗ്രാം കേരളം പുറത്തിറക്കി. കേരളത്തിലെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധിക്കാനും പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി 2024 ആൻറ്റിബയോഗ്രാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുറത്തിറക്കി. 2022 ഈ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായി ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത്. ഇത് തുടർച്ചയായ 4ാം തവണയാണ് കേരളം ചിട്ടയായ പ്രവർത്തനങ്ങളോടെ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്നത്. US ഷട്ട്ഡൗൺ അവസാനിച്ചു. 43 ദിവസത്തെ ഷട്ട്ഡൗണിന് ശേഷം US പ്രവർത്തനം തുടങ്ങി. സർക്കാരിൻ്റെ ഫണ്ടിംഗ് ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി ഒപ്പുവെച്ചു. ഇതോടുകൂടി ട്രംപിൻ്റെ ഭരണത്തിൽ കണ്ട രണ്ടാമത്തെ സർക്കാർ ഷട്ട്ഡൗണിനാണ് അവസാനമായത്. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുക, പല പദ്ധതികളും റദ്ദാക്കുക തുടങ്ങിയ കടുത്ത നടപടികൾ റിപ്പബ്ലിക്കൻ ഭരണകൂടം എടുത്തിരുന്നു. ഷട്ട്ഡൗൺ അവസാനിപ്പിക്കാനായി സെനറ്റിലും ജനപ്രതിനിധി സഭയിലും ബിൽ പാസാക്കാൻ ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം നടപടികൾ ട്രംപ് ഭരണകൂടം എടുത്തത്. മുൻപെങ്ങും ഇല്ലാത്ത വിധം ഏകപക്ഷീയമായ നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചത്. ഇതും പാർട്ടികൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയിരിക്കുന്നു. ഹൗസ് ഓഫ് ഫെഡറേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് 222-209 എന്ന വോട്ടിലൂടെയാണ് ബിൽ പാസാക്കിയത്. ഇതിന് പിന്നാലെ ബില്ലിൽ ട്രംപ് ഒപ്പുവെക്കുകയായിരുന്നു. സെനറ്റ് തിങ്കളാഴ്ച തന്നെ ഈ ബിൽ പാസാക്കിയിരുന്നു. ലാഭത്തിനായി സാധനങ്ങൾ വാങ്ങുന്നവർ ഉപഭോക്താക്കളല്ല സുപ്രീം കോടതി. സാധനങ്ങളോ സേവനങ്ങളോ ലാഭമുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വാങ്ങിയവർ ഉപഭോക്താക്കളല്ലെന്ന് സുപ്രീം കോടതി. ഇവർക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ സാധിക്കില്ലെന്നും ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. പോളി മെഡിക്യൂർ കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾക്കായി സോഫ്റ്റ്വെയർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി വിധി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ കണ്ടെത്തലാണ് സുപ്രീം കോടതി ശരിവെച്ചത്. ബിസിനസ് ഇടപാടുകൾക്ക് കമ്പനി സോഫ്റ്റ്വെയർ വാങ്ങിയത് അവരുടെ വാണിജ്യ ആവശ്യത്തിനാണെന്നും അതിനാൽ ഉപയോക്താവായി കാണാനാവില്ലെന്നും ആണ് കമ്മീഷനും സുപ്രീം കോടതിയും വ്യക്തമാക്കിയത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2ാം വകുപ്പിൽ ഉപഭോക്താവ് എന്താണെന്ന് നിർവചിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചത് ഡോക്ടർ ആക്രമണത്തിന് പിന്നിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങൾ. അന്വേഷണം ഏറ്റെടുത്ത് NIA. ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ചാവേറായത് ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ആണെന്ന് സൂചന. ഇയാൾ അൽ-ഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് സമാപനം. US ഷട്ട്ഡൗൺ അവസാനിച്ചു. ബുക്കർ നേടി സൊല്ലോയുടെ ഫ്ലഷ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം. മൈത്രി 2 വരുന്നു. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ സ്റ്റേഷൻ. ചെറുമഴയും ചതിക്കും പെരുങ്കടവിളയെ. 2024 ആൻറ്റിബയോഗ്രാം കേരളം പുറത്തിറക്കി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ശില്പ 10B. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും
എന്നാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്? ഉത്തരം 1925 നവംബർ 7. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഡേവിഡ് സെല്ലോയുടെ ഏത് നോവലാണ് ബുക്കർ സമ്മാനത്തിന് അർഹനാക്കിയത്? sa sa da sa ni da pa ni da ma ga re sa. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.